പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഷ്ട്രീയ തൽപരരായ മലയാളികൾക്ക് നല്ല നമസ്കാരം. ഇന്ന് ജനുവരി 4, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഏപ്രിൽ 2ാം വാരത്തോടുകൂടി ഒറ്റഘട്ടമായി നടക്കുമെന്ന രീതിയിൽ ചില ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുമായും 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ താരതമ്യം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെയും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒരു അളവുകോലായി അല്ലെങ്കിൽ ഒരു കമ്പാരിസണിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം 2001 ഇതിനു മുമ്പ്, ഈ 2011 മുമ്പ് UDF, അതായത് ഈ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണ്, എത്ര സീറ്റ് വരെ നേടാം, അല്ലെങ്കിൽ LDF ഭരണത്തിൽ തുടരാനുള്ള സാധ്യത എത്രമാത്രമാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം UDF ഈ സമീപ ഭാവിയിൽ ഉണ്ടായിരുന്നത് 2001 പക്ഷേ അന്നത്തെ ആ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത്. കാരണം അന്ന് പല കാരണങ്ങളുണ്ട്. 2001 ഡീലിമിറ്റേഷന് മുമ്പുള്ള, അതായത് 2006-11 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ, സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ഇവിടെ ഡീലിമിറ്റേഷൻ നടക്കുകയുണ്ടായി. ആ ഡീലിമിറ്റേഷന് മുമ്പുണ്ടായിരുന്ന ഈ മണ്ഡലങ്ങളുടെ ജയപരാജയ സാധ്യതകൾ അതേപോലെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 2001 ഒരു സാഹചര്യത്തെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 2010 2011 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് ഡീലിമിറ്റേഷന് ശേഷമുള്ള ഒരു സാഹചര്യമാണ്. എന്നാൽ അതേസമയം തന്നെ അതിനെ 100% നമുക്ക് ഒരു താരതമ്യം, അതായത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത് എന്നുള്ളതും നമ്മൾ കാണാതിരിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് 3 ഇടങ്ങളിലാണ് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. NDAക്ക് എന്തായാലും 2011 മികച്ച രീതിയിൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു കുറേ കൂടി മികച്ച രീതിയിലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. എന്തായാലും 2011 കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ മികച്ച ഒരു പ്രകടനം 2026 NDAക്ക് കാഴ്ചവെക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു മാറ്റം ആ ഒരു മാറ്റം എങ്ങനെയാണ് NDA നേടുന്ന വോട്ട് LDFനെയാണോ UDFനെയാണോ ബാധിക്കുക എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും ഈ ചില നിരീക്ഷകർ പറയുന്നത് 13% വോട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർ നേടിയിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ, അതായത് പ്രാദേശികമായ കാരണങ്ങളാൽ വിവിധ സ്ഥാനാർത്ഥികൾ നേടിയെടുത്തിട്ടുള്ള വോട്ടുകളുണ്ടാവും. ഈ സാഹചര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് 100% ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ വന്നുകൊള്ളണമെന്നില്ല. അതേസമയം തന്നെ 2011 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം UDFന് അനുകൂലമായി വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് കണ്ട VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് സ്വീകരിച്ച ചില നടപടികൾ, ചില നിലപാടുകൾ, രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ വലിയ ഒരു പരാജയത്തിൽ നിന്നും LDFനെ രക്ഷിക്കുകയും അവർക്ക് അന്ന് 2011 68 സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് 2010 ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഫലത്തെ നമുക്ക് 2011 അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇത്തവണത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ ഫലത്തെ നമ്മൾ അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അസംബ്ലി സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ മുന്നണികളുടെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2010
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ LDF 19 സീറ്റുകളും UDF 14 സീറ്റുകളുമാണ് നേടിയത്. ഇനി നമ്മൾ അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 2 സീറ്റുകൾ UDFും 7 സീറ്റുകൾ LDFും നേടിയതായി കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഫലവുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഫലമാണ് ആലപ്പുഴയിലുണ്ടായത്. അഥവാ ഈ 19ഉം 14ഉം സീറ്റുകളെ നമ്മൾ അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഈ 9 സീറ്റുകളിൽ ഒരു 3-4 സീറ്റുകളെങ്കിലും UDFന് വിജയിക്കാൻ സാധിക്കണമായിരുന്നു. പക്ഷേ UDF അന്ന് 2 സീറ്റുകളെ വിജയിച്ചിട്ടുള്ളൂ. അതേസമയം ചില ജില്ലകളിൽ ഇത് ഏറെക്കുറെ നമുക്ക് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ അടിസ്ഥാനത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പ്രവചിക്കാൻ കഴിയും എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചില ജില്ലകളിലേക്ക് ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ LDF 12 ഇടത്തും UDF 14 ഇടത്തുമാണ് അന്ന് വിജയിച്ചത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 14 ഇടത്ത് UDFും 12 ഇടത്ത് LDFും വിജയിച്ചു. അത് ഏറെക്കുറെ അതേപോലെ വലിയ ഡിഫറൻസ് ഇല്ലാതെ 8 ഇടത്ത് UDFും 6 ഇടത്ത് LDFും വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആലപ്പുഴയെ പരിശോധിക്കാത്തത് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഫലം ആ രീതിയിലല്ല ഉണ്ടായതെന്നുള്ളതാണ്. അതേ രീതിയിൽ നമ്മൾ തിരുവനന്തപുരത്തെ ഇത്തവണത്തെ ഫലം പരിശോധിച്ചാൽ 15 ഇടത്ത് LDFും 13 ഇടത്ത് UDFുമാണ് വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 6 സീറ്റുകളിലെങ്കിലും ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് UDFന് വിജയിക്കാൻ സാധിക്കും. അതേസമയം തന്നെ ഒരു പക്ഷേ NDA ഉണ്ടാക്കിയേക്കാവുന്ന മുന്നേറ്റം നോക്കുകയാണെങ്കിൽ UDFിൻ്റെ സീറ്റുകൾ ഒരു പക്ഷേ 5 കുറയാം. LDFന് നമ്മൾ പ്രതീക്ഷിക്കുന്ന 8 സീറ്റുകൾ, അതിൽ നിന്ന് ഒരു സീറ്റ് NDA നേടാം. അപ്പോൾ 7-5-2 അല്ലെങ്കിൽ 7-6-1 ഇങ്ങനെ വരാം. 7 LDF, 6 UDF, ഒരു സീറ്റ് BJP, ആ രീതിയിൽ വരാം തിരുവനന്തപുരത്ത്. മറ്റൊരു കാര്യം, തിരുവനന്തപുരം കഴിഞ്ഞ് നമ്മൾ പരിശോധിക്കുന്നത് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ അന്ന് 2010 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നടന്ന ഫലമനുസരിച്ച് LDF 18 ഇടത്തും UDF 8 ഇടത്തുമാണ് വിജയിച്ചത്. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ഇടത്ത് UDFും 9 ഇടത്ത് LDFുമാണ് വിജയിച്ചത്. 9 ഇടത്തന്ന് LDF വിജയിച്ചു, 2 ഇടത്ത് UDF വിജയിച്ചു. അപ്പോൾ നമ്മൾ ഈ കൊല്ലം ജില്ലയുടെ കാര്യത്തിൽ ഈ 18 എന്ന് പറയുമ്പോൾ 26 സീറ്റുകളിൽ 8 സീറ്റുകളാണ് അന്ന് UDF വിജയിച്ചത്. അപ്പോൾ ആനുപാതികമായി നോക്കുമ്പോൾ കൊല്ലം ജില്ലയിലും UDFന് കുറേ കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ല. കൊല്ലം കുറേ കൂടി ഒരു ഇടതുപക്ഷ കോട്ടയാണ്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം, നമ്മളിതിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മാണി കോൺഗ്രസ് ഇപ്പോൾ സമീപ ഭാവിയിൽ എവിടെയാണ് എന്നുള്ളതും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ കൊല്ലം ജില്ലയിലെ ഫലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ അതേപോലെ ആവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ നമുക്കൊരു പ്രവചനം ഇപ്പോൾ നമ്മൾ നടത്തുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ 8 ഇടത്ത് LDFും 9 ഇടത്ത് UDFുമാണ് അന്ന് വിജയിച്ചത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അന്ന് 2 ഇടത്ത് UDFും 3 ഇടത്ത് LDFും വിജയിക്കുകയുണ്ടായി 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് 3 സീറ്റുകളിലെങ്കിലും UDF വിജയിക്കേണ്ടതാണ്. കാരണം 12 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇത്തവണ പത്തനംതിട്ട ജില്ലയിൽ UDFന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ആകെയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ 17ആണ്. പിന്നെ നമ്മളിനി പരിശോധിക്കുന്നത് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ ഇപ്പോൾ മാണി കോൺഗ്രസ് LDFനൊപ്പമായിട്ടും UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തവണ. കോട്ടയം ജില്ലയിൽ അന്ന് LDF 4 ഇടത്തും UDF 19 ഇടത്തുമാണ് വിജയിച്ചത്. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 2 ഇടത്തും UDF 7 ഇടത്തും വിജയിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി മാണി കോൺഗ്രസ്
ഒരു പക്ഷേ യു ഡി എഫിൽ വരികയാണെങ്കിൽ നമ്മൾ ഈ പ്രവചിക്കുന്നതിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഒരുപക്ഷെ യു ഡി എഫിന് ഉണ്ടായി എന്നും വരും. അതേസമയം തന്നെ ജോസ് കെ മാണി എവിടെ നിന്നാലും അദ്ദേഹത്തിന് കാര്യമായി ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യത കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്ന ആളുകളുമുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഈ 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 16 യു ഡി എഫ് ഇത്തവണ വിജയിച്ചിട്ടുണ്ട്. എൽ ഡി എഫ് 7 വിജയിച്ചത്. അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലെ ഒരു 9-ൽ 6 സീറ്റുകളെങ്കിലും ഇത്തവണ യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കേണ്ടതാണ്. പിന്നീട് മലപ്പുറം ജില്ല. അന്ന് മലപ്പുറം ജില്ലയിൽ 2 എൽ ഡി എഫും 30 യു ഡി എഫുമാണ് വിജയിച്ചത്. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 എൽ ഡി എഫും 14 2011 യു ഡി എഫും വിജയിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ എൽ ഡി എഫിന് മലപ്പുറം ജില്ലയിൽ നിന്ന് പൊന്നാനിക്ക് പുറമെ ഒരു സീറ്റ് ഒരുപക്ഷെ താനൂരോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ കൂടി മാത്രമേ എൽ ഡി എഫിന് വിജയസാധ്യത കാണാൻ കഴിയുകയുള്ളൂ. വയനാട് ജില്ലയിൽ 3 സീറ്റുകളുള്ള, അതുകൊണ്ട് നമ്മളതങ്ങനെ പരിശോധിക്കുന്നില്ല. എറണാകുളം ജില്ലയിൽ 2010 4 എൽ ഡി എഫ് വിജയിച്ചത്. യു ഡി എഫ് 22 വിജയിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ. അന്ന് 11 യു ഡി എഫും 3 എൽ ഡി എഫുമാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ 28 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 25 യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. വി ഡി സതീശൻ്റെ പറവൂർ മണ്ഡലം ഉൾപ്പെടുന്ന ഒരു പ്രദേശം, ഒരു ജില്ല, അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ ഒരു യൂട്യൂബർ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്തിയപ്പോൾ വലിയ രീതിയിലാണ് ജനങ്ങൾ ആ വീഡിയോ സ്വീകരിച്ചത്. അപ്പോൾ അതെല്ലാം കാണിക്കുന്നത് മൊത്തത്തിൽ വി ഡി സതീഷിന് അനുകൂലമായൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. അദ്ദേഹത്തെ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളം കുറേ കൂടി അംഗീകരിച്ചു വരുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പറവൂർ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് എല്ലാം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ചില പ്രദേശങ്ങളും ആ ജില്ലയിലുണ്ട് എന്നുള്ളത് കൊണ്ടുമെല്ലാം തന്നെ തീർച്ചയായിട്ടും എറണാകുളം ജില്ല ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി വിധി എഴുതുമെന്നും അവിടെയുള്ള 14 സീറ്റുകളിൽ 11-12 സീറ്റുകൾ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞേക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 2010 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 12 എൽ ഡി എഫും 17 യു ഡി എഫുമാണ് വിജയിച്ചത്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 യു ഡി എഫും 7 എൽ ഡി എഫും വിജയിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ 21 എൽ ഡി എഫും 9 യു ഡി എഫുമാണ് വിജയിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 9 മാത്രമേ തൃശ്ശൂരിൽ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഏതാനും സീറ്റുകൾ ഒരുപക്ഷെ യു ഡി എഫിലെ ഘടകകക്ഷികൾ വെച്ചു മാറുമെന്ന് പറയുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഒരു 3 സീറ്റുകളിലധികം യു ഡി എഫ് നേടാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് ജില്ലയിൽ 2010 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ എൽ ഡി എഫ് 18 യു ഡി എഫ് 11 മുന്നിട്ട് നിന്നപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിൽ എൽ ഡി എഫും 5 യു ഡി എഫും മുന്നിട്ട് നിൽക്കുകയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ 19 എൽ ഡി എഫും 12 യു ഡി എഫുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുക, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ യു ഡി എഫിലെ ഘടകകക്ഷികൾ വെച്ചു മാറാനിടയുണ്ട് എന്ന് പറയുന്നു. നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിച്ചാൽ, അതുപോലെ തന്നെ ബി ജെ പിയുടെ സാന്നിധ്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചിലയിടങ്ങളിൽ മലമ്പുഴ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ പ്രസൻസ് വളരെ പ്രധാനമാണ്. എന്നിരുന്നാലും യു ഡി എഫിന് പാലക്കാട് ജില്ലയിൽ നിലവിലുള്ള 12 സീറ്റുകളിൽ ഒരു 3-4 സീറ്റുകൾ വിജയിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കണ്ണൂർ ജില്ലയിൽ 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് 20 യു ഡി എഫ് 6 വിജയിച്ചത്. അന്ന് 11 നിയമസഭാ മണ്ഡലങ്ങളുള്ള കണ്ണൂർ ജില്ലയിൽ 6 എൽ ഡി എഫും 5 യു ഡി എഫുമാണ് വിജയിച്ചത്.
ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയെ പരിശോധിക്കുകയാണ് എങ്കിൽ അവിടെ 18 LDF-ഉം 7 UDF-ഉമാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങൾക്ക് പുറമെ കണ്ണൂർ പോലെയുള്ള, ചിലപ്പോൾ കൂത്തുപറമ്പ് പോലെയുള്ള ഒരു 3-4 മണ്ഡലങ്ങളിൽ കണ്ണൂരിൽ ഇത്തവണ UDF വിജയിച്ചേക്കും. കാസർഗോഡ് ജില്ലയിൽ അന്ന് 2011 മഞ്ചേശ്വരവും കാസർഗോഡും UDF-നൊപ്പവും മറ്റ് ഉദുമ ഉൾപ്പെടെ തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങൾ LDF-നൊപ്പവുമാണ് നിന്നത്. 2010 കാര്യമാണ്. കാസർഗോഡ് ജില്ലയിൽ അന്ന് 9 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDF-ഉം 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ BJP-യുമാണ് മുന്നിട്ട് നിന്നത്. കാസർഗോഡ് ജില്ലയിൽ 18 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് ആകെയുള്ളത്. അപ്പോൾ അതിനർത്ഥം 8 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 2010 UDF മുന്നിട്ട് നിന്നു എന്നാണ്. ഇപ്പോൾ അത് ഏറെക്കുറെ അതേപോലെ തന്നെയാണ് ആ ഫലം. അന്നത്തെ ഫലം പോലെ തന്നെയാണ് ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഫലം. അപ്പോൾ ഒരു 2 സീറ്റ് മഞ്ചേശ്വരം, കാസർഗോഡ് സീറ്റുകൾ UDF-ന് ഉറപ്പിക്കാം. BJP നല്ല ഒരു മത്സരം കാഴ്ചവെക്കും മഞ്ചേശ്വരത്തെല്ലാം. അതേസമയം തന്നെ ഉദുമ ഒരു പക്ഷേ കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഈ പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ പോലെയുള്ള പ്രധാനപ്പെട്ട ജില്ലകളെല്ലാം പരിശോധിച്ചു. ഇടുക്കി ജില്ലയിലെ കണക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ കണക്കിലൊരു ശരിയല്ലായ്മ എനിക്ക് കിട്ടിയ സോഴ്സിൽ ആ ഫിഗേഴ്സ് ശരിയല്ല. അതുകൊണ്ടാണ് ഞാനത് കമ്പയർ ചെയ്യാത്തത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞേക്കാമെങ്കിലും ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ UDF-ന് മുന്നേറാൻ സാധ്യതയുള്ള ജില്ലകളായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, ഈ ജില്ലകളിൽ UDF-ന് ഇപ്പോൾ നിലവിലുള്ള 2021 നിയമസഭയിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ UDF-ന് നേടാൻ സാധിച്ചേക്കാം എന്നാണ് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശോധിക്കാതിരുന്നത് 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് 2010 നടന്ന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ LDF 14 സീറ്റുകളിലും UDF 13 സീറ്റിലുമാണ് മുന്നിട്ട് നിന്നത്. അപ്പോൾ ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അന്ന് അവിടെ 3 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിൽ ഈ UDF-ന് അനുകൂലമായി നിന്നുള്ളൂ. അതായത് കോഴിക്കോട്, തൃശ്ശൂർ പോലെയുള്ള ജില്ലകളിൽ, പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ഉണ്ടാക്കിയ മുന്നേറ്റത്തിന് ആനുപാതികമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ 2011 UDF-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള നിയമ നടപടികളുമായി VS അച്യുതാനന്ദൻ സഖാവ് മുന്നോട്ട് പോയതും അതിനെ തുടർന്ന് അദ്ദേഹം ജയിലിലായതും അതേ തുടർന്ന് LDF ഒരു അഴിമതി വിരുദ്ധമായ മുന്നണിയാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിച്ചതുമാണ്. ആ ഒരു രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിൽ VS അച്യുതാനന്ദൻ സഖാവ് വിജയിച്ചു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF-ന് അനുകൂലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായ പ്രകടനത്തേക്കാൾ മികച്ചൊരു പ്രകടനം LDF-ന് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ച ജില്ലകളായി ഞാൻ കാണുന്നത് പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് പോലെയുള്ള ജില്ലകളാണ്, ആലപ്പുഴ ജില്ല ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എന്തായാലും UDF-ന് സാധിക്കേണ്ടതാണ് എന്ന ഒരു പ്രവചനമാണ് ഈ കമ്പാരിസൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക്, ഈ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ ഇത് കാണുന്ന ആളുകൾക്കും നന്ദി, നമസ്കാരം.